ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡണ്ടി വരെ പോയല്ലോ. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അവിടെ മോളുണ്ട്, മോളെയും കാണാം, പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ കാണാം. എവിടെയും ഒരുപോലെ തന്നെയല്ലേ അല്ലേ? അവിടെയും വെള്ളച്ചാട്ടം, ഇവിടെയും വെള്ളച്ചാട്ടം, അവിടെയും പൂന്തോട്ടം, ഇവിടെയും പൂന്തോട്ടം. ഇത് വഴിയിലുള്ള പൂന്തോട്ടം കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ ഇന്നിപ്പോൾ നല്ല ഫോഗുണ്ട്. അത്ര വലിയൊരു നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ പറയല്ലേ, നോക്കി നിൽക്കുമ്പോൾ മഴ, വെയിൽ, മൂടൽ. എന്തായാലും മാന ഇച്ചിരി തെളിഞ്ഞെറിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നു, മോളുടെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി മോളാണ് ഞങ്ങളുടെ ഡ്രൈവറും പിന്നെ ഗൈഡും ഒക്കെ. എന്നെ കെട്ടാൻ വന്നവൻ എന്നേക്കാ കട കെട്ടോ എന്ന് പറഞ്ഞ പോലെ അവിടെ ഭയങ്കര ഫോഗ് കണ്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പോഴത്തേക്കും കുറച്ചൊന്ന് തെളിഞ്ഞു വന്നു. കാർ പാർക്കിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയൊരു കാര്യമുണ്ട്, പ്രീമിയർ ഇൻ ഹോട്ടൽ കണ്ടോ, അത് ആ കാർ പാർക്കിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ കാണാനുള്ളതൊക്കെ വേണമെങ്കിൽ കാണാം ആർക്കെങ്കിലും പോകുന്നവർക്ക്. പിന്നെ വലിയൊരു സിറ്റി അല്ല കേട്ടോ, പക്ഷേ നല്ല ശാന്തതയാണ്. അതിൻ്റെ ഈ കാർ പാർക്കിൻ്റെ തൊട്ട് പുറകിൽ തന്നെ കണ്ടോ കടലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴേ വലിയ തിക്കും തിരക്കും ഇല്ല, പിന്നെ വലിയ തിരയില്ല, ആൾക്കൂട്ടമില്ല. എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ബെഞ്ചൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിൽക്കുവോ അവിടെ ഇരുന്ന് കാണുവോ ഒക്കെ ചെയ്യാം. പിന്നെ കാർ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ളത് കൊണ്ട് അങ്ങനെ ഒത്തിരി നടക്കാനുമില്ല. എല്ലാം കൊണ്ടും ഒരു നല്ല പ്ലേസാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോയത് ഇന്ന് സാറ്റർഡേ ആണ് ഞാൻ വീഡിയോ പിടിക്കുന്നെങ്കിൽ ഇടുന്നത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. കണ്ട മോളും രാജനും കൂടെ ഓട്ടണം എങ്ങോട്ടാണാവോ. ഞാൻ ചുമ്മാ അവരുടെ പുറകെ ആണെങ്കിലും എവിടെയൊക്കെ ഒന്ന് പിടിക്കാൻ നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ. UK ഡണ്ടി സിറ്റി അല്ലേ, അതുകൊണ്ട് ഞാൻ പതുക്കെ അതൊക്കെ ഒന്ന് പിടിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരു ഷിപ്പും അതിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതൊരു മ്യൂസിയമാണ്. അതിൻ്റെ പണി കണ്ടോ എന്നോ രസമാണെന്ന് നോക്കിക്കേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തടി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഷിപ്പുണ്ടല്ലോ അവരുടെ കാർഗോ കയറ്റി വിട്ടിരുന്ന സ്ഥലമാണെന്ന്. അത് അവർ അവിടെ കെട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പഴയ കാര്യങ്ങളാണ്. ഇവർക്ക് ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണല്ലോ എല്ലാം. പിന്നെ അവിടെ എല്ലാം വെള്ളമുണ്ട്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പോസിറ്റീവ് എനർജി എവിടെയുണ്ടോ അവിടെ നമ്മൾ നിന്നോണം. കാരണം നെഗറ്റീവുകാരുടെ പുറകെ പോവുകയേ ചെയ്തേക്കില്ല. നെഗറ്റീവ് പറയുന്നവരുടെ ഭാഗത്തോട്ടും നോക്കരുത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്യണം. അപ്പോൾ ഉണ്ടല്ലോ മോളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതിന് ജീവിതത്തിൽ വല്ലപ്പോഴും ഒന്ന് വീണ് കിട്ടുന്ന സമയങ്ങളല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ മെഡിക്കൽ ഫീൽഡെന്ന് പറഞ്ഞാൽ എപ്പോഴും പരീക്ഷയും പഠിത്തമാണ്. അവർക്ക് ഒരിക്കലും ഒരു സ്വൈര്യമില്ലാത്ത ജോലിയല്ലേ ഈ മെഡിക്കൽ ഫീൽഡ്. എപ്പോഴും പരീക്ഷ, മരണം വരെ പരീക്ഷയാണ്. അപ്പം 2-3 ആഴ്ചയായിട്ട് പരീക്ഷ. അങ്ങനെയാണ് ഇന്ന് ഫ്രീ ആയി ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നടന്ന് എത്തി. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അടിപൊളിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കും, എല്ലാം ഗൈഡ് ചെയ്ത് തരും. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് മടുപ്പൊന്നുമില്ല. പിന്നെ കാലാവസ്ഥയും നല്ലതാണ് കേട്ടോ. മൂടിക്കിടന്നാലും ചൂടുമില്ല, വലിയ തണുപ്പുമില്ല. പിന്നെ സൈക്ലിങ്ങിനൊക്കെ അതിലെ ആൾക്കാരുണ്ട്, പക്ഷേ ഇനഫ് സ്പേസ് ഉണ്ട് സൈക്ലിങ്ങിന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം ഇങ്ങനെയുള്ളതുകൊണ്ട് എന്തോ ഒരു നല്ല രസമാണ് കാണാൻ നോക്കി. പിന്നെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മടുത്തു ഇതിൻ്റെ കാര്യത്തിൽ. അപ്പം അവിടെ ഇരുന്നു. അത് ഞങ്ങൾ ഷോർട്ട് കട്ട് ചാടി അപ്പുറത്ത് പോകാം. ഈ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ ചെല്ലണമല്ലോ, അതുകൊണ്ടോ അങ്ങോട്ട് ചാടുമ്പോഴും അവിടെയും ബെഞ്ചും കടലും ഒക്കെ ഉണ്ട്. വേണ്ടവർക്ക് അവിടെ ഇരിക്കാം, എൻജോയ് ചെയ്യാം, പിന്നെയും നടക്കാം. അപ്പോൾ അവിടെ പിള്ളേർ തിമിർത്ത് വരുന്നുണ്ട് സ്കേറ്റിങ്. അവരൊക്കെ എൻജോയ് ചെയ്യുകയാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളിയിലൊന്നാണല്ലോ ഇത്. വിശാലമായ കടലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. അപ്പോഴത്തേനും മനുഷ്യർ എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഈ തിരക്കുള്ള സിറ്റിയിലാണെങ്കിൽ നമുക്ക് നടക്കുമൊന്നും വേണ്ട, പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അവിടെ അടുത്ത് സാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്, പിള്ളേർ കളിക്കുകയാണ്. ഇതാണ്ട് നമ്മൾ എൻട്രൻസിൽ എത്തി. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന് അതിരില്ല കേട്ടോ. അങ്ങനെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് ഡിസൈൻ മ്യൂസിയമാണിത്. ഇതിൻ്റെ ഹിസ്റ്ററി അവിടെ എഴുതി പറഞ്ഞതല്ല കേട്ടോ. 2018 ഇത് ഓപ്പൺ ചെയ്തത്. ഔട്ട് ഓഫ് ലണ്ടനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഡണ്ടിയിലേക്ക്. അപ്പോൾ ഇതിനകത്ത് എന്നാ കാര്യമൊന്നും നമുക്കൊന്നും അറിയണമല്ലോ, ഒത്തിരി നാളായിട്ടില്ല. അപ്പോൾ ഞങ്ങളിതിൻ്റെ 18-ാം പടി ആഘോഷമായിട്ട് അങ്ങ് ചവിട്ടുകയാണ്. അത് അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ഉണ്ടല്ലോ ഡിസ്റ്റിലറി ഇരിക്കുകയാണ്. 49 വർഷമായിട്ടുള്ള ഡാൽമോർ ഇതാണ് വിസ്കി. അയ്യോ ഭയങ്കര നല്ലതായിരിക്കുന്നത് അല്ലേ.
പിന്നെ ഞങ്ങളത് വാക്ക് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ചുമ്മാ നടക്കുക. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് നിറ്റഡ് ആയിട്ടുള്ള ഈ സാധനമാണ്. പിള്ളേരുടെ കയ്യിലൊക്കെ കളിക്കാൻ കൊടുക്കുക, വീട്ടിൽ വെക്കാം. അതിൻ്റെ താഴെയും ഇങ്ങനെ പലക അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ മാപ്പാണെന്ന് തോന്നും, പക്ഷേ ഓരോ കാര്യങ്ങളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കയറിയത് ഡിസൈൻ ഗാലറിയിലാണ്. അവിടെ എന്നാ നടക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പം ഇതുണ്ട് ഹുക്കായി വീഡിയോ വലിക്കുന്ന സാധനം, അത് ഞാൻ കണ്ടു. അത് കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ അവിടുത്തെ ഉടുപ്പ്, മാല, വള, ചെരുപ്പ് എന്ന് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാണെങ്കിൽ അവരുടെ തിയേറ്റർ ഡ്രസ്സാണ്, പഴയ തിയേറ്റർ ഡ്രസ്സാണ്. ഇത് നമ്മുടെ താജ്മഹൽ. അയ്യോ, അതൊക്കെ കണ്ടാലേ നമുക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഇതെന്താണെന്നോ, എൻസൈക്ലോപീഡിയ സിറ്റി. അയ്യോ, എനിക്കാണെങ്കിൽ ഒന്നും പിടികിട്ടിയില്ല. അതൊക്കെയോ അമേരിക്കയുടെ സിറ്റിയിലൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങി ഓട്ടിക്കോ. പഠിക്കാൻ വിട്ടപ്പോഴേ നല്ലപോലെ പഠിക്കണമായിരുന്നു. വിവരവും വിവേകവും വെക്കണമെങ്കിലേ വിദ്യാഭ്യാസ കാലത്ത് വല്ലതും ചെയ്യണം. പിന്നെ ഞങ്ങൾ പോയത് ഇമേജ് സിറ്റിയിൽ കൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് കയറിയൊരു കാപ്പിയും കുടിച്ച് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോരെ. പിന്നെ ഞങ്ങളുടെ മോള് വീണ്ടും ഡ്രൈവറായി. അപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ തെളിഞ്ഞു കണ്ടോ. ഇതിപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് കേട്ടോ. ഒത്തിരി ഇട്ടാൽ മടുപ്പല്ലേ. അപ്പം അടുത്ത വീഡിയോയിലിടാം കേട്ടോ. അവിടെയും പൂന്തോട്ടം, ഇവിടെയും പൂന്തോട്ടം.